ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പല്ല് ഡോക്ടർ അടുത്തേക്കാണ് പോണത്. ഓട്ടോ ഒക്കെ കയറി. കവിജാക്ക് പല്ല് ഡോക്ടർ അടുത്ത് പോവാൻ പേടിയാണോ? അല്ല, എനിക്ക് പല്ല് ഡോക്ടർ ഇഷ്ടമാണ്. പക്ഷെ സ്കൂളിൽ പോവാൻ പേടിയാണോ? എന്നെ പല്ല് കാണിച്ചെടുക്കൂലേ? കേട്ടില്ല? പായ തുറന്ന് കാണിച്ചു കൊടുക്കുവോ? ആ വഴിയിൽ തന്നെയാണ് ഉള്ള ഡേ കെയർ. ആ വഴി കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഡേ കെയറിലാക്കുവോ അതോ. ഇതാണ് തിരൂർ തൃക്കണ്ടിയൂർ ഡെന്നിസിൻ്റെ ക്ലിനിക്ക്. ഡെന്നിസിൻ്റെ മാത്രമല്ല, ഡെന്നിസിൻ്റെ റൂണേൻ്റെയും. കണ്ടില്ലേ, ഡോക്ടർ റൂണ, ഡോക്ടർ ഡെന്നിസ്, രണ്ടുപേര് പേരുണ്ട് ഡെൻ്റൽ ഹോമിൻ്റെ മേലെ. ഡെന്നിസ് ഉണ്ടല്ലോ. കുറച്ച് നേരം എടുക്കും. ഓരോരോ രജിസ്ട്രേഷൻ ഫോമൊക്കെ തന്ന് ഫില്ല് ചെയ്യാൻ. പക്ഷെ ഞാൻ ഫില്ല് ചെയ്തില്ല. കുട്ടികൾ അഥവാ സമ്മതിച്ചില്ലെങ്കിലോ. ഡെന്നിസിൻ്റെ ക്ലിനിക്കിൽ ആദ്യമായിട്ടല്ല വരുന്നത് കേട്ടോ. പക്ഷേ പുതിയ ക്ലിനിക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഏകദേശം പല്ല് ഡോക്ടറെ കാണിക്കാൻ തുടങ്ങിയത് ഇപ്പം എൻ്റെ കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കണം അതേ പ്രായത്തിൽ. അപ്പോൾ ദന്ത സംരക്ഷണത്തിൽ ഞാൻ അത്ര പോരാൻ തോന്നുന്നു. എൻ്റെതും മോശമായിരുന്നു, എൻ്റെ കുട്ടികളതും മോശമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തൊരു സമാധാനം എന്താ വെച്ചാൽ എല്ലാവരും ഇഷ്ടംപോലെ ഡെൻറ്റിസ്റ്റുമാരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ക്ലിനിക്കിൻ്റെ ടൂർ എടുക്കാൻ പറ്റുള്ളൂ. ഹലോ, ക്ലിനിക്കിലേ എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കട്ടെ? പ്രശ്നമില്ലല്ലോ, ഡിസ്ട്രാക്റ്റഡ് ആവണ്ട. എടുക്കുന്നത് ശരിയല്ല. ഇവിടെ മേലെ പ്ലേ ഏരിയ ഉണ്ട്, കാണിച്ചുതരാം. അടിപൊളി. മിന്നൽ മുരളി, മീനുണ്ട്. വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കൂടുന്ന എല്ലാവരെയും ഞങ്ങൾ ആദരവോടുകൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി, സ്നേഹം. വിഭാത്തു, ഇത് റൂണ ഡോക്ടർ. ഇൻട്രോവേർട്ടായിട്ട് കാര്യമില്ല, മൈക്കിൽ സംസാരിക്കാതെ പറ്റില്ല. ഹലോ, ഹായ്. അതായത് ഞാൻ 2 കുട്ടികളെ കൊണ്ടു നിൽക്കുന്നത്. 2ന്റെ വായ എനിക്ക് പരിശോധിക്കാം. ഏതെങ്കിലും സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ സക്സസ്. എല്ലാ ഇവിടെ ഡെന്നിസ് ഡോക്ടർ ഉണ്ട്. കട്ട് ചെയ്യൂലോ അല്ലേ വേണ്ടാത്തൊക്കെ? ചിലപ്പോ ചിലത് കട്ട് ചെയ്യൂല. എനിക്ക് ഷൈമ എന്ന് പറയുന്നത് എന്റെ ഒരു പ്രൈവറ്റ് ഡയറി ബുക്ക് പോലെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് അതിന്റെ മുന്നിലാണ് ക്യാമറ കൊണ്ട് വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പ്രൈവറ്റ് ആയിട്ടുള്ളത് വർത്താനം പറയാനുള്ള ഒരാളാണ്. കലബില പറഞ്ഞു. ഈ കലബില ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്താ പറയാ, നമ്മള് ചങ്ങായിമാരായിട്ട് ഇരിക്കണ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരും. സത്യം, അങ്ങനെ നമ്മൾ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം. ഞാൻ കാണാൻ തുടങ്ങിയപ്പോഴേക്കും പേഷ്യന്റ് വന്ന് മുഴുവൻ കാണാൻ. സാരമില്ല, കുറച്ച് കണ്ടാൽ മതി. ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണവരുണ്ട്. പുറത്ത് വെച്ചിട്ട് അന്വേഷണെ കണ്ടിട്ടേ അന്ന് ഞാൻ അത് വ്ളോഗ് ചെയ്യണം. അത് വ്ളോഗ് ചെയ്തോ? പക്ഷെ എനിക്കെന്താ അറിയോ, ഫുഡ് വ്ളോഗ് ചെയ്ത വയറ്റുന്നോക്ക് വരുമെന്നൊരു പേടിയാ. പിന്നെ കാര്യായിട്ട് ആൾക്കാർ ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴൊക്കെ അത് കണ്ടിട്ട് ഖദീജ എപ്പോഴും പറയും, ഖദീജ വിശന്നിരിക്കുമ്പോൾ ഓരോരോ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ തിന്നാൻ പറ്റും. അങ്ങനെ വ്ളോഗർമാർക്കൊക്കെ വയറ്റുന്നോക്ക് അവര് പറയില്ലല്ലോ അവർക്ക് വയറ്റുന്നോക്ക് വന്നത്. അല്ല, അതൊരു അബദ്ധം വിശ്വാസമാണ്. എന്നാലും ഫുഡ് ഞാൻ കഴിക്കുമ്പോ സമാധാനത്തിൽ നിന്ന് കഴിക്കും. കണ്ണ് വെക്കോ എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഞാനും വിശ്വസിച്ച് പോയിട്ടുണ്ട് പല ഘട്ടങ്ങളും. കണ്ടോ, കണ്ണ് രണ്ടാളും കൂടി ഇരുന്നിട്ട് നല്ല രസമായിട്ട് വീഡിയോസ് ഇറക്കിയാലുണ്ടല്ലോ. ആനീസ് കിച്ചണിലൊക്കെ പോലെ നമുക്ക് നല്ല രസമായിട്ട് ചെയ്യാം. ഇതിനേക്കാളും നല്ല ക്യാമറ, നല്ലൊരു ഇതുണ്ട് റൂണക്ക്. എന്തായാലും പറയാ, ക്യാമറ കണ്ണ് അല്ലല്ല, ഫോട്ടോജനിക് ആണ്. നിങ്ങളെ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേലത്തെ കളി ഖദീജക്ക് മതിയായിക്കണം കേട്ടോ. ആമിക്ക് ഉമ്മ താഴെ കൊണ്ട് താഴേക്ക് വരും വേണം. സൈദുനാണെങ്കിൽ കളി മതിയായിട്ടുമില്ല. 2 മനസ്സാണ് ആമിക്ക്. മേഡം സംസാരിക്കൂ. ഈശ്വര, വെള്ളമായിട്ട് വന്നോളൂ. എന്തിനെ കുറിച്ച് സംസാരിക്കാം? സർവമായനെ കുറിച്ച് സംസാരിക്കാം. സർവമായ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇഷ്ടപ്പെട്ടത് സർവമായ എന്ന് പറയുമ്പോ എന്റെ മോൻ പോയിട്ട് ചോദിച്ചു, പടം നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവനോട് ഞാൻ പ്രേതപ്പെടായിരുന്നു പറഞ്ഞപ്പോ ചോദിച്ചാൽ എവിടെയാ പ്രേതം? എനിക്കും അതിന്റെ പ്രേതത്തിന് ഭയങ്കര ഇഷ്ടമായി. ഐഫോൺ ഉപയോഗിക്കുന്ന പ്രേതം, ഡ്രസ് ഓർഡർ ചെയ്യണ പ്രേതം, പിന്നെ ഹലോ, അതെനിക്ക് ഇഷ്ടമായത്. ഹലോ, ആക്ച്വലി പ്രേതം
അതിന്റെ ഇടയിൽ ഒരു സീനിലോള് പല്ലൊക്കെ താഴത്തേക്കാക്കി പാലമരത്തിൽ ലക്ഷ്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിലിങ്ങനെ ഒരു ലവ് സ്റ്റോറി അല്ലാതെ എന്നാ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കാണിക്കണതിന്റെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ മറ്റേ വേറെ ക്യാരക്ടർ അതിൽ വന്നത് എനിക്ക് ഇഷ്ടമായില്ല. വേറെ ഒരു പ്രേമം അതിന്റെ ഇടയിൽ ഉണ്ടാവും, പക്ഷെ അതിന് കൃത്യം കുറച്ച് പെട്ടെന്നൊരു പക്ഷെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ആ സിമ്പതിന്റെ പേരിൽ വന്നു പോയതാണ്. സ്ഥലം മീനമോതിരം നമുക്ക് കൺമീൻ ഇഷ്ടമായതുകൊണ്ട് മീനമോതിരം ഈ ആ കൺസൾട്ടേഷൻ സമയത്തിന്റെ കൗൺസിലിംഗ് എന്നൊന്ന് പറയും. അതായത് എന്റെ കുട്ടിക്ക് പല്ലിന് പ്രശ്നമാണ് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കുട്ടി സമ്മതിക്കൂല എന്നപ്പോ ഇതിനെ കൗൺസിൽ ചെയ്തു. അതായത് ഷൈമദന്റെ സുഹൃത്താണ്. അപ്പോൾ ആക്ച്വലി ആളുടെ കുട്ടിക്ക് 2 വയസ്സാണ്. അപ്പോൾ 2 വയസ്സുള്ള കുട്ടിക്ക് പല്ലിൻ്റെ ചികിത്സകൾ ചെയ്യുമോ കരയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആളോട് കുട്ടി കരയാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. കുട്ടീനെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആണ്, കുട്ടിക്ക് പേടിയുള്ള ഒരു സിറ്റുവേഷനാണ്. വലിയവർക്ക് തന്നെ പേടിയാണ്. അപ്പോൾ ഈ ശബ്ദം ബഹളമൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും പേടി വരും, സ്വാഭാവികം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക, അവരുടെ ബേസിക് റെസ്പോൺസ്. കരയുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവരെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പോൾ കുട്ടി കരഞ്ഞ് അതായത് അതായത് ചെയ്യണ്ട എന്നുള്ള രീതി, ചെയ്യണോ നിങ്ങൾ ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ കുട്ടി സമ്മതിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ചികിത്സകളെയും പോലെ ഇമ്പോർട്ടൻ്റ് ആണ് പല്ലിൻ്റെയും. അപ്പോൾ വേദന വരുമ്പോൾ പല്ലുവേദന ഏറ്റവും മേലെ തന്നെയാണ്, ഏറ്റവും നല്ല വേദന തന്നെയാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള മെഡിക്കൽ കെയർ കൊടുക്കണമെങ്കിൽ അതേ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബേസിക്കലി കുട്ടിയുടെ സമ്മതം കിട്ടണമെന്നില്ല, പക്ഷേ പെയിൻലെസ് ആയിട്ടാണ് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ധരിപ്പിച്ചിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിലും കുട്ടിക്ക് വേദന എടുക്കില്ല, പക്ഷേ കുട്ടിക്ക് കരയാനാണ് സാധ്യത കൂടുതൽ. കാരണം ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള പ്രായമില്ല. അപ്പോൾ പിന്നെ ആ രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പല കുട്ടികളും ഒരു ചെറിയ ശതമാനമെങ്കിലും കുട്ടികൾ വേദന ഇല്ലയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, വലിയ ബുദ്ധിമുട്ടില്ലാന്ന് മനസ്സിലാക്കിയ ശേഷം നല്ല ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും പാരൻറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻറ്റിന് സംശയം വരുമ്പോൾ കുട്ടി ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അത് വളരെ ചെറിയൊരു ശതമാനമാണ്, സംഭവിക്കാൻ സാധ്യത ഉള്ളതിലേറ്റവും കുറവാണ്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ പാരൻറ്റിന് മനസ്സിലാവും ബേസിക്കലി ഇത് പെയിൻലെസ് ആണ് പരിപാടി. പക്ഷെ കുറച്ച് ഈ പറഞ്ഞ പോലെ വായാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് പെട്ടെന്നൊരു ഒരു സാധനങ്ങളൊക്കെ വെച്ച് ഒരാൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ആൾക്ക് കെൽപ്പില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാവാത്തതുകൊണ്ട് അത് അഡാപ്റ്റ് ചെയ്യൽ എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ പെയിൻ എടുത്തിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ അധികം ചോയ്സ് ഇല്ല, അല്ലെങ്കിൽ പെയിൻ എടുക്കാൻ പാകത്തിന് വേണ്ടി കൊണ്ടു നടക്കണമായിരുന്നു. കോപ്പറേറ്റ് ചെയ്യണ കുട്ടി, കുട്ടി പാട്ടൊക്കെ പാടുന്നുണ്ട് ഡോക്ടറെ ചികിത്സ കഴിഞ്ഞിട്ടും. ബൈ.